അപ്പോൾ ഈ കുറെ കാലത്തിന് ശേഷം നമ്മളനുസരിച്ച് ഒരു ബിയർ മാച്ച് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. സോളോ ആണ് നമ്മളനുസരിച്ച് മുന്നേ തന്നെ ഇറങ്ങി. നമ്മളനുസരിച്ച് കുറച്ച് ഡാമേജ് കൊടുത്ത് നേരെ കയറി ചെന്ന് പോകാനാണെങ്കിൽ അടിക്ക് ചാടിയിട്ട് നമുക്ക് ഒരു കില്ല് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കില്ല് എടുത്തിട്ട് നമ്മളനുസരിച്ച് മെഡിക്കിറ്റൊക്കെ അടിച്ചിട്ടാണെങ്കിൽ ഫുൾ ഹീൽ ചെയ്തിട്ട് നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഇവിടെ എടുത്ത് മുന്നിക്കണ്ട് ചാടി നമ്മളനുസരിച്ച് VSS കൊണ്ട് തന്നെ ഹെഡ് ഷോട്ട് അടിച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കില്ല് എടുത്തിട്ട് നമ്മളനുസരിച്ച് ഫുള്ള് ലൂട്ടൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഇവിടെ വെച്ച് നമ്മുടെ മേത്തേക്ക് നേരെ കൊണ്ട് കിട്ടി. നമുക്കനുസരിച്ച് അപ്പോൾ ഗ്ലൂ ആൾട്ടാൻ പറ്റാത്തതുകൊണ്ട് കൺട്രോളും കിട്ടില്ല. നമ്മളനുസരിച്ച് പിന്നെ അവസാനം ഓനെ അങ്ങോട്ട് എടുത്തിട്ട് 3 കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും അവിടെ നിന്ന് ആ ഒരു കില്ലും കൂടി എടുത്തിട്ട് നമ്മൾ അടിക്കുന്നതാണ്. അടിയിൽ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഇവിടെ ഒരു വെള്ളി ഇട്ടിട്ട് ഒരു ചങ്ങായി നമുക്കനുസരിച്ച് നല്ല ഡാമേജും തോന്നി. നമ്മളാണെങ്കിൽ അവസാനം ഞെക്കി പിടിച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് നമ്മൾ നെറ്റ് ഒന്ന് പോയി നമ്മൾ തിരിച്ചു നോക്കുമ്പോഴാണെങ്കിൽ ബാക്ക് നിന്ന് അടിയിട്ടാണെങ്കിൽ നമ്മൾ നേരത്തെ ഒന്ന് റിവെഞ്ച് എടുത്തിട്ടുണ്ട്. എന്തായാലും സീനിൽ നമ്മൾ തിരിച്ച് നേരെ പിക്കൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. നോക്കുമ്പോഴാണ് നമ്മൾ കയ്യിലൊരു VSS ഉണ്ട്. നമ്മളാണെങ്കിൽ ഒരു കില്ല് കുമ്മിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ അവർക്ക് ഡാമേജ് കൊടുത്താൽ അത് ഓടുന്നു. നമ്മളാണെങ്കിൽ VSS കൊണ്ട് അവൻ ഞെക്കി തോന്നി കൂടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ പീക്ക് ഫുള്ള് ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കനുസരിച്ച് ഒന്ന് ബാക്കിൽ നിന്ന് അടിയിട്ട് നമ്മൾ നോക്കുമ്പോഴാണെങ്കിൽ പാറയുടെ ബാക്കിൽ എടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിലുള്ള VSS കൊണ്ട് നമ്മളാണെങ്കിൽ സ്കോപ്പ് ഇട്ടിട്ട് അവസാനം നമ്മളാണെങ്കിൽ അവനെ ഫുൾ റെഡ് അടിച്ച് ഇട്ടിട്ടുണ്ട്. നമ്മൾ മൊത്തം 6 കില്ല് എടുത്തിട്ട് നമ്മളാണെങ്കിൽ നേരെ വെഞ്ചി മെഷീനിൽ വന്നിട്ടാണെങ്കിൽ നമ്മളൊരു വെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കഞ്ച വേറെ ഒരുത്താണ് നമ്മൾ സൈഡിൽ നിന്ന് അടിച്ചു. നമ്മളാണെങ്കിൽ മേക്കോട് നെക്കി പിടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ ഇവിടെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ 7 കില്ല് എടുത്തിട്ട് നമ്മളാണെങ്കിൽ ഇവിടെ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഇവിടെ ഒരു എയർ ഡ്രോപ്പ് എടുക്കണം. നമ്മളാണെങ്കിൽ ആ ഒരു 30 ഡാമേജ് എന്തോ കൊടുത്ത് ടോണി ഇവിടെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പെടുക്കുമ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ ഇവിടുന്ന് ഒരു അടിയിട്ട് ഞാനാണെങ്കിൽ അവനെ നേരത്തെ തന്നെ കണ്ടുവച്ചിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറെ ഗ്രനേഡ് ഒക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. നമ്മളാണെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ ഓൻ അങ്ങോട്ട് റഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മേഘം പിടിച്ച് കാത്തിരിക്കുന്നു. ഓനച്ചാൽ കറക്റ്റ് സമയത്ത് തോന്നി നമ്മളാണെങ്കിൽ നെക്കി പിടിച്ചിട്ട് ടോണി കൂടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരു അടി. എന്തായാലും അവിടെ നിന്ന് അങ്ങനെ സോണൊക്കെ വന്നിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഫസ്റ്റ് ടൈം സോൺ കയറിട്ട് ഓനെ കാത്തിരിക്കുന്നു. അപ്പോഴാണെങ്കിൽ മുന്നിൽ എടുത്ത് നിൽക്കുന്നു. നമ്മളാണെങ്കിൽ ഓനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് 11 കില്ലായിട്ടുണ്ട്. അങ്ങനെ പടം നോക്കുമ്പോഴാണെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് എല്ലാ പ്രഷർ ഉണ്ട്. ഓനും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും 12 എടുത്തിട്ട് നമ്മൾ പടം നോക്കുമ്പോഴാണെങ്കിൽ നമ്മളാണെങ്കിൽ സോണിലൊന്ന് പെട്ടിരുന്നു. അതിൻ്റെ ഇടയിലാണെങ്കിൽ ഒരു ഹിപ്പ് ഹോപ്പാണ് നമ്മൾ അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മളാണെങ്കിൽ M4 കൊണ്ട് ഓനും കൂടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ 13 കില്ലൊക്കെ എടുത്തിട്ട് നമ്മളാണെങ്കിൽ മേലെ വന്നിട്ടാണ് നമ്മൾ നല്ലൊരു പൊസിഷൻ പിടിച്ചാണ്. അപ്പോൾ കാണിച്ചാൽ ഇവിടുന്ന് ഒരുത്തം ബാക്കിൽ നിന്ന് കയറി വന്നു. നമ്മളാണെങ്കിൽ മേക്കൊണ്ട് അങ്ങ് നിൽക്കിയിട്ട് ഓനും കൂടി അങ്ങോട്ട് എടുത്തിട്ട് 14 കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 4 കില്ലും കൂടി എടുത്തിട്ട് ഇവിടെ നോക്കുമ്പോഴാണെങ്കിൽ ഇവിടെ ഒരുത്തനെ നമ്മളാണെങ്കിൽ നിൽക്കി പിടിച്ചിട്ട് ഓനും കൂടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഞാനെങ്കിൽ ലാസ്റ്റത്തെ ഒരു പ്ലെയറും കൂടി ഉള്ളൂ. ഓനാണെങ്കിൽ നൂബാക്കിയത് കിടക്കാൻ നമ്മളെന്തായാലും ഓനെ കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. 4 ഓറും ഗ്ലൂ ആൾട്ടും. അപ്പോൾ ഓനാണ് എന്തൊക്കെ മണ്ടത്തരം കാട്ടുന്നുണ്ട്. ഓനിക്കനുസരിച്ച് കൺട്രോളൊന്നും കിട്ടുന്നില്ല എന്നാ തോന്നുന്നത്. നമ്മളെ കയ്യിലാണെച്ചാൽ കുറച്ച് ഗ്രനേഡും അതേപോലെ ഫ്ലാഷ് ഫ്രീസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ എടുത്തെറിഞ്ഞപ്പോഴാണെങ്കിൽ നമ്മളെ കളി പോയി അടിച്ചിട്ടുണ്ട്.